മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. രൂത്ത് 2:20. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയ എത്ര വലുതാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ദയ കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഓരോ കാര്യവും എല്ലാം നന്നായി നടക്കുന്നില്ലേ? ദൈവത്തിന്റെ കൃപയല്ലേ? നമ്മോട് ദൈവത്തിന്റെ ദയ ഉള്ളതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരോടും ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരോടുമൊക്കെ ദയ കാണിക്കാനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് തരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് ദയ കാണിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ സഹജീവികളോടും ദയ കാണിക്കാനുള്ള കൃപ തരണമേ. അവിടുത്തെ ദയയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അപ്പ. നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.